അച്ഛാ, അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? അച്ഛന്റെ പിറന്നാൾ ദിവസം പറഞ്ഞാൽ പോലും അമ്മ അംഗീകരിക്കില്ലെന്നോ? ദേ, ആ ഒരൊറ്റ പ്രതീക്ഷയില്ല ഞാനും കല്യാണിയും ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. എന്താ അങ്കിളായി പറയുന്നത്? അങ്കിളിന്റെ ബർത്ത്ഡേക്കെങ്കിലും ആനന്ദിന്റെ കല്യാണത്തിന് സന്തോഷകരമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് കരുതി ഞങ്ങൾ കാത്തിരിക്കുന്നു. അപ്പോ അങ്കിൾ ഇങ്ങനെ പറഞ്ഞ എന്റെ പിറന്നാൾ ദിവസമെങ്കിലും എങ്ങനെയോ അഖിലയോട് പറഞ്ഞ് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. എന്നാൽ ആനന്ദിന്റെയും കല്യാണിയുടെയും ജാതകവുമായി ആ ജോൾസന്റെ അടുത്ത് നിന്നും അഖില തിരിച്ചു വന്നപ്പോൾ കാണിച്ച ടെൻഷൻ, ആ ടെൻഷൻ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന വിശ്വാസവും പോയി. ഇപ്പോ ആകെ ധർമ്മസങ്കടത്തിലാണ്. ഇനി പിറന്നാൾ ദിവസമൊന്നല്ല, ഒരിക്കലും അഖില ഈ ബന്ധം അംഗീകരിക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. ബ്രോ, എന്താ ബ്രോ ഇങ്ങനെ നിക്കണ? അച്ഛനോട് പറ, അമ്മയോട് പോയി പറയാൻ. അതെ ആനന്ദേ, ഇനി പിറന്നാൾ ദിവസം വരെ കാക്കേണ്ടെന്ന് അച്ഛനോട് പറ. ഇപ്പൊ വേണ്ട. ആ മനസ്സെനിക്കറിയാം. അച്ഛൻ മാനസികമായി വല്ലാതെ തളർന്നിരിക്കുക. പിന്നെ ബ്രോ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്താ ആന്റി ഇത്ര ആലോചിക്കുന്നത്? ആലോചിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ എത്ര ആലോചിച്ചിട്ടും ഒരേ ഉത്തര കിട്ടുന്നത്. അല്ല ഗംഗേ, ഈ കണ്ടതും അറിഞ്ഞതും ഒന്നും അല്ല സത്യം എന്നൊരു തോന്നൽ. ആന്റി എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തിന്റെ ഉത്തരവ് പറഞ്ഞു വരുന്നത്? ചോദ്യത്തിനല്ലേ ഉത്തരവുള്ളൂ. എന്താ ആന്റി ചോദ്യം? ഒറ്റ ചോദ്യമുള്ളൂ. നീ എപ്പോഴാ ഇവിടെ നിന്ന് പോകുന്നേ? അവളുടെ ഒരു ചോദ്യോത്തര പങ്ക്തി. ആ ജോൾസിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ജോൾസിന്റെ കാര്യവും അത് കള്ള ജോൾസിനാണെന്ന് തെളിഞ്ഞല്ലോ. ബിസിനസ്സിൽ വൻ നഷ്ടം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അത് തിരിച്ചല്ലേ സംഭവിച്ചത്. അപ്പോഴേ അറിഞ്ഞൂടെ ആന്റി അത് പൊട്ട ജോൾസിനാണെന്ന്. അതെ ആന്റി, അത് തെളിഞ്ഞല്ലോ. പിന്നെ അതിനെ കുറിച്ച് എന്താ ആലോചിക്കാൻ? ഗംഗേ, നീ ആ ലാമ്പ് പൊട്ടി വീണത് ശ്രദ്ധിച്ചോ? തലനാരിഴയ്ക്ക അഖില രക്ഷപ്പെട്ടത്. ഒരു പക്ഷേ ആ ജോത്സ്യരുടെ കുറിപ്പിൽ അതായിരുന്നെങ്കിലോ? ആന്റി, അതെ, ജോത്സ്യരുടെ കുറിപ്പ് ആരോ മാറ്റിയതാകാനാ വഴിയെന്നാ എന്റെ മനസ്സ് പറയുന്നേ. കുറിപ്പിൽ പറഞ്ഞത് ബിസിനസ്സിൽ നഷ്ടം ഉണ്ടാകുമെന്ന. പക്ഷേ ഉടൻ തന്നെ മാനേജറുടെ ഫോൺ വരിക കോടികളുടെ ലാഭമാണെന്ന് പറയുക, അതും രാവിലെ 8:30 മണിക്ക്. എവിടേക്കോ ചില തിരിമറികൾ നടന്നിട്ടില്ലേ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തിയേ പറ്റൂ. അത് ഞാൻ കണ്ടെത്തിയിരിക്കും.
എന്താ വലിയ നീ പറയണേ? ജോൽസിന് എഴുതി കൊടുത്ത പേപ്പർ മാറ്റിയത് ശിവരാമൻ സാറാണെന്നോ? അതെ കല്യാണി, അച്ഛനാ ആ പേപ്പർ മാറ്റിവെച്ചത്. അച്ഛൻ ഒരു കാര്യം കൂടി പറഞ്ഞു, മരുമകളെ രക്ഷിക്കാൻ അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു എന്ന്. അച്ഛൻ മരുമകളെ സ്നേഹിക്കുന്നത് പോലെ അമ്മയെ നിന്നെ സ്നേഹിക്കുന്ന ഒരു സമയം വരും. അതിനധിക കാലം വൈകില്ല കല്യാണി. മാഡം എന്നെ മരുമകളായിട്ട് അംഗീകരിക്കുന്ന ഒരു കാലം അതുണ്ടാവോ വലിയ കുഞ്ഞെ? ഉണ്ടാകും. അതിനുവേണ്ടിയാ കല്യാണി ഈ കാത്തിരിപ്പ്. ഇല്ല വലിയ കുഞ്ഞെ, നമ്മള് രണ്ടുപേരുടെയും ജാതകം വെച്ച് ജോത്സ്യർ അങ്ങനെ പറഞ്ഞപ്പോ അഖില മാഡത്തിനുണ്ടായ മാറ്റം കണ്ടായിരുന്നോ? അങ്ങനെയുള്ള അഖില മാഡം ഒരിക്കലും ഇത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശിവരാമൻ സാർ ആ പേപ്പർ മാറ്റി വെച്ചില്ലായിരുന്നെങ്കിൽ വലിയ കുഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ എന്താവുമായിരുന്നു സ്ഥിതി? കല്യാണി, എപ്പോഴും നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടിരുന്ന അതേ വരൂ. നീ പോസിറ്റീവായിട്ട് ചിന്തിക്ക്. ഇന്നലെ വരെ വലിയ കുഞ്ഞ് പറഞ്ഞതുപോലെയൊക്കെ തന്നെയായിരുന്നു ഞാനും. നമ്മൾ ഒരുമിച്ചുള്ള ജീവിതമൊക്കെ ഞാനും സ്വപ്നം കണ്ടു തുടങ്ങിയതാ. ഇപ്പോ ഞാൻ പണ്ട് പറയാറുള്ള ആ സ്വപ്നത്തിലെ രാജകുമാരനെ സ്നേഹിച്ച പെൺകുട്ടിയുടെ കഥയില്ലേ, അതുപോലെയായി. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന എന്റെ ഭയം. എന്താ കല്യാണി ഇത്? നീ എന്താ ഇങ്ങനെയൊക്കെ? ഞാൻ പറയുന്നതാ വലിയ കുഞ്ഞെ ശരി. അഖില മാഡത്തിന് എല്ലാത്തിലും വലുത് കുടുംബത്തിന്റെ അന്തസ്സാ. തൃച്ചംബരത്തെ മൂത്ത മകൻ ഒരു അടുക്കളക്കാരി കല്യാണം കഴിക്കുന്നത് മാഡം ഒരിക്കലും അംഗീകരിക്കില്ല. അതറിയുമ്പോ മാഡം തകർന്നു പോവും. എനിക്കെല്ലാത്തിലും വലുത് വലിയ കുഞ്ഞിന്റെ ജീവനാ. അതിനുവേണ്ടി നമുക്ക് പിരിയാം. കല്യാണി, നീ എന്താ ഇപ്പൊ പറഞ്ഞത്? അതെ വലിയ കുഞ്ഞെ, അഖില മാഡത്തിന്റെ ജീവനും എനിക്ക് വലുത് തന്നെയാ. അതിനുവേണ്ടി പിരിയേണ്ടി വന്നാലും ഞാനത് സഹിക്കും. കല്യാണി, ഞാൻ നിന്നെ പ്രണയിച്ചത് നഷ്ടപ്പെടുത്താനല്ല, ഒരുമിച്ച് ജീവിക്കാനാ. വലിയ കുഞ്ഞെ, അത് അമ്മയെ വേണം എനിക്ക്. അത്രയ്ക്ക് ജീവനാ എനിക്ക് അമ്മയെ. അതുപോലെ തന്നെയാ നിന്നെയും. എന്നുവെച്ച് ഒന്നിനു വേണ്ടി നിന്നെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല കല്യാണി. എന്താടാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? വിഷയം അത് തന്നെ ബ്രോ, കല്യാണി വിഷയം. ജോൽസിന് എഴുതിയ പേപ്പർ അങ്കിള് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോ പ്രശ്നമൊക്കെ ഈസിയായി സോൾവ് ആയില്ലേ? പിന്നെന്താ പുതിയ പ്രശ്നം? അതൊക്കെ സോൾവ് ആയി. ഇതിപ്പോ നന്ദനയുടെ കാര്യോ, അതിൽ ഞാൻ അല്പ ടെൻഷനില്ല.
അതാ ഞാൻ സുബോണിനെ കണ്ട് സംസാരിക്കാന്ന് കരുതി ഫോൺ വിളിച്ചത്. നിങ്ങൾ അനിയനും ചേട്ടനും കൂടി ഏത് നേരം പ്രശ്നം പരിഹരിക്കാൻ വിളിച്ചാ ഓടിച്ചാടി വരാനൊന്നും പറ്റത്തില്ല. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാ, അത് ഓർമ്മ വേണം. ഏതായാലും വന്നതല്ലേ, നീ കാര്യം പറ. അതല്ല സുബോണ, ജോൽസി അമ്മയോട് പറഞ്ഞ കാര്യം ഓർത്തിട്ട് നമ്മളെല്ലാരും കൂടെ ടെൻഷൻ അടിച്ചപ്പോഴേ നന്ദനയ്ക്ക് മാത്രം ഒരു കുലുക്കൂല്ല. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, നിനക്കെന്തോ ഒരു ടെൻഷനും ഇല്ലേന്ന്. അപ്പൊ അവള് പറയാ, എനിക്ക് ആ കാര്യത്തിൽ യാതൊരു ടെൻഷനും ഇല്ല, ആനന്ദനെയും കല്യാണിനെയും എനിക്ക് നന്നായിട്ട് അറിയാം. അത് നന്ദന പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇതിന് നിനക്കെന്താ പ്രശ്നം? നീ ഇതിനാ ടെൻഷൻ അടിക്കുന്നേ? ഞാൻ മുഴുവനും പറയുന്ന കേക്ക് സുബണ. പറയ്. അതായത് ബ്രോ കല്യാണി ജാതകം ഭാര്യ ഭർത്താക്കന്മാരുടെ ജാതകമാണെന്ന് അറിഞ്ഞപ്പോ നന്ദനയ്ക്ക് യാതൊരുവിധ ഭാവഭേദവും ഇല്ലായിരുന്നു. അതും അവള് ഭയങ്കര കൂളായിട്ട് അത് നേരിട്ട്. അവള് പറഞ്ഞത്, ആനന്ദ് അമ്മയുടെ ഏറ്റവും അനുസരണയുള്ള മകനാ. അമ്മ പറയുന്നതേ കേട്ടു. പിന്നെ കല്യാണിക്കാണെങ്കിൽ അഖിലാന്റി കാണപ്പെടുന്ന ദൈവം. ആന്റിക്ക് അവരോടും അങ്ങനെ തന്നെ, അത്രക്കിഷ്ടം അവരെ. അങ്ങനെയുള്ളപ്പോ അഖിലാന്റിക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളും അവര് ചെയ്യില്ല. നന്ദന പറഞ്ഞത് നന്ദനയുടെ വിശ്വാസം. അതിന് നീ എന്തിനാ അരവിന്ദ ടെൻഷൻ അടിക്കുന്നേ? അതല്ല, ബ്രോയെ കുറിച്ചും കല്യാണിയെ കുറിച്ചും നന്ദനയ്ക്ക് ഇങ്ങനെ ഒരു ഒപ്പീനിയൻ ഉള്ളപ്പോഴേ സത്യം അറിയുന്ന സമയത്ത് അവൾ എങ്ങനെ പ്രതികരിക്കുന്നു ഓർത്തിട്ട എന്റെ ടെൻഷൻ. സത്യം മനസ്സിലാവുമ്പോ ബ്രോയുടെ കല്യാണത്തെ നന്ദന എതിർത്തുകൂടാന്നില്ലേ? സ്വയം പരിഹാസിയായിന്ന് ഓർക്കുമ്പോ ആ ദേഷ്യത്തിൽ തൃച്ചംബരത്തെ രണ്ടാമത്തെ മരുമകളെന്ന നിലയ്ക്ക് നന്ദന അമ്മയോടൊപ്പം കൂടി ഇതിനെ എതിർപ്പായിട്ട് നിന്ന. ഓ കറക്റ്റ്. അങ്ങനെ സംഭവിച്ചുകൂടുന്നില്ല. ഒരു സ്റ്റഡി മൈൻഡ് ഇല്ലാത്ത നന്ദനയിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവാനാണ് ഏറെയും സാധ്യത. ഇതൊക്കെ കൂടി ആലോചിക്കുമ്പോ തൽക്കാലം നീ അതൊക്കെ വിട്ടുകൾ അരവിന്ദേ. വരുന്നിടത്ത് വെച്ച് കാണാന്ന് വിചാരിക്കും. അല്ലാതെ എന്ത് ചെയ്യാനാ? അതല്ല സുബണ്ണ, എന്നാലും ഒരു ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാ നമ്മൾ വല്ലാതെ വിഷമിക്കുകയുള്ളൂ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവണമെന്നില്ല. ചില പ്രശ്നങ്ങൾക്ക് താനെയും പരിഹാരം ഉണ്ടായിക്കോളും. അത്രേ ഉള്ളൂ. നീ സമാധാനമായിട്ടിരിക്കെ. എനിക്ക് ഓഫീസിൽ പിടിപ്പത് പണിയുണ്ട്. അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം. ശരി സുബണ്ണ. വാ കേറാം. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. ഇടതു കൈയിലെ തള്ളവിരൽ മഷിയിൽ മുക്കി ഈ പേപ്പറിൽ എവിടെയെങ്കിലും ഒന്ന് അടയാളപ്പെടുത്തൂ.
എവിടുന്നാ? ഞങ്ങൾ തൃച്ചംബരത്തുനിന്ന് വന്നവരാ. ഓ, ഞാൻ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ അനുജത്തിയാണ്. അനുജത്തി എന്ന് പറഞ്ഞ അവരവിടുത്തെ മൂത്ത മരുമകളും ഞാൻ ഇളയ മരുമകളുമാണ്. ഇയാളെന്താ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നെ? നമ്മൾ തൃച്ചംബരത്തേതാണെന്ന് പറഞ്ഞിട്ട് വിശ്വാസമല്ലേ? ഞാൻ തൃച്ചംബരത്തെ ഗ്രഹനാഥയാ പ്രതീക്ഷിച്ചത്. അവര് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ കുറ്റബോധത്തിൽ നിങ്ങളെ അയച്ചതായിരിക്കുമല്ലേ? ജോത്സ്യർ എന്താ ഈ പറയുന്നത്? അവർക്കെന്തിനാ കുറ്റബോധം? ഞാൻ ജ്യോത്സ്യവിധിയിലുള്ള സത്യം പറഞ്ഞു. അഖില മാഡം കൊണ്ടുവന്ന ജാതകങ്ങൾ നോക്കി ഞാനത് ഭാര്യാഭർത്താക്കന്മാരുടെ ജാതകമാണെന്ന് പറഞ്ഞു. അതവർക്കിഷ്ടപ്പെട്ടില്ല. സത്യത്തിന്റെ കയ്പ് അവർക്കെന്നോട് വെറുപ്പുണ്ടാക്കിയിട്ടുണ്ടാവാം. ആ നാവ് അരുതാത്തത് എന്തൊക്കെയോ പറഞ്ഞു. എന്റെ ജ്യോതിഷവും പ്രവചനവും സത്യമാണെന്ന് തെളിയിക്കാൻ എനിക്ക് ഒടുവിൽ അവർക്കൊരു കുറിപ്പെഴുതി കൊടുക്കേണ്ടി വന്നു. ഇപ്പോ സത്യമെന്തെന്നും മിഥ്യ എന്തെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. എന്താ, അതല്ലേ ശരി? എന്ത് ശരി? ജോൾസിന് അതിനകത്ത് ബിസിനസ്സിൽ കോടികളുടെ നഷ്ടം ഉണ്ടാവുന്നല്ലേ എഴുതി കൊടുത്തത്. പക്ഷെ അവിടെ സംഭവിച്ചതോ കോടികളുടെ ലാഭമായിരുന്നു. കോടികളുടെ ലാഭം. ബിസിനസ്സും വ്യാപാരവും ഒന്നും ഞാൻ കുറിച്ചിരുന്നില്ല. രാവിലെ 8:30 മുമ്പ് തൃച്ചംബരത്തെ ഗ്രഹനാഥയ്ക്ക് തലയിൽ വലിയൊരാപത്തുണ്ടാകുമെന്നും ചെയ്ത പുണ്യകർമ്മങ്ങൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് ഞാൻ എഴുതി കൊടുത്തത്. അപ്പൊ അങ്ങനെയാ കാര്യം. ജോത്സ്യരുടെ കുറിപ്പ് കൃത്യം. തലനാരിഴ വ്യത്യാസത്തിലാ ലാമ്പ് അഖിലാണ്ടേശ്വരിയുടെ തലയിൽ വീഴാതെ രക്ഷപ്പെട്ടത്. സംഭവിക്കാനുള്ളത് സംഭവിച്ചല്ലേ പറ്റൂ. ഇത് മാത്രമല്ല, എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന ആ 2 ജാതകക്കാർ തന്നെയാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത്. അവരെ പിരിക്കാൻ എന്തൊക്കെ തന്ത്രങ്ങൾ പയറ്റിയാലും ആര് വിചാരിച്ചാലും നടക്കില്ല. എല്ലാം ദൈവഹിതം. ആന്റി, എന്തൊക്കെയാലും ഇവിടെ വരെ വന്നതല്ലേ? അഖിലാന്റിക്ക് എഴുതി കൊടുത്തതുപോലെ ആന്റിക്ക് ഒരു കുറിപ്പ് എഴുതി വാങ്ങിച്ചൂടെ? ജോത്സ്യരെ, എനിക്ക് അഖിലേച്ചിക്ക് എഴുതി കൊടുത്തതുപോലെ ഒരു കുറിപ്പ് എഴുതി തരാൻ പറ്റുമോ? അങ്ങനെയാകട്ടെ. ഇത് 14 രാത്രികൾ കഴിഞ്ഞേ തുറക്കാൻ പാടുള്ളൂ. അതായത് 2 ആഴ്ചയ്ക്ക് ശേഷം. ചേന്തി ആന്റി, ആന്റി ശരി. ആ